മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിൽ വ്യാജ FB പേജ് പിരിക്കുന്നത് 89 രൂപ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെതെന്ന വ്യാജേന ചീഫ് മിനിസ്റ്റർ VDS എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാസം 89 രൂപ ആവശ്യപ്പെടുന്നു. വി.ഡി. സതീശൻ എന്ന് സെർച്ച് ചെയ്താൽ ഒട്ടേറെ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൽ കാണാം. ഇതിൽ ഒരു പേജാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പണം ആവശ്യപ്പെടുന്നത്. ഈ പേജിന് ഏകദേശം 5,89,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതിൽ എത്ര പേർ പണം നൽകി സബ്സ്ക്രൈബ് ചെയ്തെന്ന വിവരം പേജിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും അധികം ഫോളോവേഴ്സിന് കിട്ടിയ പേജിൽ സബ്സ്ക്രിപ്ഷനും നടന്നിട്ടുണ്ടാകുമെന്ന് സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജ് ഒരെണ്ണം മാത്രമേ ഉള്ളൂവെന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പേജുകൾ വ്യാജമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൊതുവെ ചലച്ചിത്ര താരങ്ങളാണ് സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അവരുടെ പോസ്റ്റുകൾ കാണാനാവുക. സതീശൻ സർക്കാരും കടമെടുപ്പിലേക്ക്. ആദ്യം മെയ് 26-നും ഇക്കുറിയും കടംവെട്ടുമായി കേന്ദ്രം. ഇനി ഏറ്റുമുട്ടൽ. ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് പണം ഉറപ്പാക്കാനായി വി.ഡി. സതീശൻ സർക്കാരും കടമെടുക്കൽ ആരംഭിക്കുന്നു. ആദ്യ കടമെടുപ്പ് മെയ് 26-ന് നടക്കും. റിസർവ് ബാങ്കിന്റെ കുബേർ സംവിധാനം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ്. അതേസമയം ഇത്തവണയും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കടംവെട്ട് നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇതേ കാരണത്തിന് LDF സർക്കാരും കേന്ദ്രവും നിയമപ്പോരിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. വി.ഡി. സതീശൻ സർക്കാരും കേന്ദ്രവുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ ഉറ്റുനോട്ടം. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ മെയ് 12-ന് കേരളം 2,800 കോടി രൂപ കടമെടുത്തിരുന്നു. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 400 കോടി രൂപയും 11 വർഷ കാലാവധിയിൽ 1000 കോടി രൂപയും 16 വർഷ കാലാവധിയിൽ 1,400 കോടി രൂപയുമാണ് അന്ന് സമാഹരിച്ചത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പൊതുക്കടം 4,600 കോടി രൂപയായി വർദ്ധിക്കും. ഏതായാലും കേന്ദ്രത്തിന്റെ കൃത്യമായ സാമ്പത്തിക നടപടികൾ ഉണ്ടായാൽ വലിയ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ടാകും. ജനപ്രിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വി.ഡി. സതീശൻ സർക്കാരിന് തിരിച്ചടിയാകും. പെൻഷൻ 3,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് UDF പ്രഖ്യാപനം. ഇത് നടപ്പിലാക്കാൻ പ്രതിമാസം 1,680 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഈ തുകയും സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരും. ഏതു ഫോണിൽ സംസാരിച്ചതിന് തെളിവില്ല. വിവരാവകാശ രേഖ പുറത്താക്കിയത് ആര്യ രാജേന്ദ്രനുമായുള്ള പ്രശ്നം കാരണം. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചതിനാലാണ് നടപടിയെടുത്തതെന്ന മുൻ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളി മുൻ KSRTC ഡ്രൈവർ യദു കൃഷ്ണൻ. തിരുവനന്തപുരത്ത് റോഡിൽ ആര്യ രാജേന്ദ്രനുമായി വാക്കേറ്റമുണ്ടാക്കിയ ഡ്രൈവർ യദു കൃഷ്ണനെ പുറത്താക്കിയതിന് കാരണം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടല്ലെന്നും ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ചതിനാലാണെന്നുമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ KSRTCയിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖകൾ വച്ച് മുൻ മന്ത്രിയുടെ വാദം പൊളിക്കുകയാണ് യദു KSRTCയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇയർഫോൺ വെച്ച് ഫോണിൽ സംസാരിച്ചതിനാണ് നടപടിയെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ബസ്സിലെ 60ഓളം യാത്രക്കാരുടെയും റോഡിലെ ആയിരങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയായിരുന്നു അത്. യദു ഫോണിൽ സംസാരിച്ച കാര്യം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കോൾ ഡീറ്റെയിൽസ് സഹിതം KSRTC CMDക്ക് സമർപ്പിച്ചു. തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ആര്യയുമായുണ്ടായ പ്രശ്നം തന്നോട് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ സംസാരിച്ചിട്ടില്ലെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് യദു KSRTC ആസ്ഥാനത്ത് വിവരാവകാശം വഴി തനിക്കെതിരായ നടപടിയുടെ രേഖകൾ തേടിയത്. എന്നാൽ ഇത്തരത്തിൽ താൻ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രേഖകൾ പോലും ചീഫ് ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്നും അന്ന് മന്ത്രി പറഞ്ഞത് കളവായിരുന്നുവെന്ന് തെളിഞ്ഞെന്നും യദു പറയുന്നു. പുറത്താക്കിയതിന് കാരണം ആര്യ രാജേന്ദ്രനും കുടുംബവും ബസ് തടഞ്ഞത് ചോദ്യം ചെയ്തതിനാൽ തന്നെയാണ്. താൻ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴേ അടുത്ത നടപടി ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് വിവരാവകാശം നൽകിയതെന്നും യദു കൂട്ടിച്ചേർത്തു. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ് KSRTC ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാക്കിയ സംഭവത്തിലെ ഡ്രൈവർ യദു ഇപ്പോൾ ഓൺലൈൻ ഭക്ഷണ വിതരണം ഉൾപ്പെടെ ജോലികൾ ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലായിരുന്നു ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന കാറിൽ ബസ് തട്ടിയെന്ന് പറഞ്ഞ് തർക്കമുണ്ടായത്. മേയറെയും മറ്റുള്ളവരെയും അശ്ലീലാംഗ്യം കാണിച്ചെന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുത്തതോടെ KSRTC ഡ്രൈവറായിരുന്ന യദുവിന്റെ ജോലി നഷ്ടമായി. സംഭവത്തിന് ശേഷം വർഷങ്ങളായെങ്കിലും കേസ് എവിടെയും എത്താത്തതിനാൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് യദു പറയുന്നു. മറ്റു വഴികൾ ഇല്ലാതായതോടെ കുടുംബം നോക്കാൻ ഓൺലൈൻ ഡെലിവറി ബോയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് യദു.
ഇപ്പോൾ INTUC യൂണിയനിലും അംഗത്വം എടുത്തിട്ടുണ്ടെന്നും താൻ തിരികെ KSRTCയിൽ ജോലിയിൽ പ്രവേശിച്ചെന്ന പ്രചാരണം തെറ്റാണെന്നും യദു പറയുന്നു. സൗജന്യ നിരക്കിൽ കേന്ദ്രം തരും 980 ബസ്സിന് സംസ്ഥാനം. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കേന്ദ്രം തരാൻ സന്നദ്ധമായിട്ടും വേണ്ടെന്ന് വെച്ച 980 ബസ് നേടിയെടുക്കാൻ UDF സർക്കാർ ശ്രമം തുടങ്ങി. ഇതിന്റെ ഫയൽ അടിയന്തരമായി എത്തിക്കാൻ വകുപ്പ് മന്ത്രി CP ജോൺ KSRTCയോട് ആവശ്യപ്പെട്ടു. സ്വകാര്യ കമ്പനികളുടെ ബസ് ഡ്രൈവർ സഹിതമാണ് കിട്ടുന്നത്. ഇത്രയും സൗജന്യങ്ങളോടെ ബസ് കിട്ടിയാൽ സർക്കാരിന് അനുഗ്രഹമാകും. PM ബസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായി 980 ബസ് നൽകാൻ 2024 കേന്ദ്രം സമ്മതം അറിയിച്ചത്. KV ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം പദ്ധതി വേണ്ടെന്ന് വെച്ചു. ഇവിടെ ആവശ്യത്തിന് ബസ് ഉണ്ടെന്നായിരുന്നു ന്യായീകരണം. പിന്നാലെ ലാഭകരമെന്ന് പറഞ്ഞ് 145 ഡീസൽ ബസ്സുകൾ വാങ്ങി. 180 ബസ് കൂടി വാങ്ങാൻ ടെൻഡറും ക്ഷണിച്ചു. കൂടുതൽ ബസ് ഓടിച്ചിരുന്നെങ്കിൽ ഇന്ധന വില വർധന പോലുള്ള അധിക ബാധ്യത കുറയ്ക്കാമായിരുന്നു. കേന്ദ്ര പദ്ധതി പ്രകാരം ബസ് വാങ്ങുന്നത് പുനഃപരിശോധിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ തുടർ നീക്കമുണ്ടായില്ല. കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ബസ് ലഭിച്ചു. വ്യക്തിപൂജ തിരുവാതിര പോലും ആസ്വദിക്കുന്ന അവസ്ഥ. കൊല്ലം CPMൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. കൊല്ലത്ത് CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ വിമർശനം ഉയർന്നത്. പിണറായി വിജയൻ സ്തുതിപാഠകരുടെ പിടിയിലാണ്. വ്യക്തിപൂജയ്ക്ക് സമാനമായ തിരുവാതിര പോലും ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി എത്തി. കോടിയേരി ബാലകൃഷ്ണൻ ഭംഗിയെ നയിച്ച പാർട്ടിയെ MV ഗോവിന്ദൻ ഇല്ലാതാക്കി. എല്ലാ ജില്ലകളിലും ഏകാധിപതികളെ പോലെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉണ്ടെന്നും വിമർശനം ഉയർന്നു. അതേസമയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ ഭൂരിപക്ഷ തീരുമാനപ്രകാരം PV അനുമതി നൽകിയെന്ന് നേതൃത്വം CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. പിണറായി പ്രതിപക്ഷ നേതാവായതിനെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഒരു വിഭാഗം എതിർത്തേക്കും. കേരളത്തിലെ പരാജയം ഞെട്ടിക്കുന്നതാണെന്നും തെറ്റുതിരുത്തൽ ഗൗരവത്തോടെ വേണമെന്നുമുള്ള PV വിലയിരുത്തലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ ഒരിടത്തും ഇടതുഭരണം ഇല്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ കനത്ത പരാജയം ഞെട്ടിക്കുന്നതാണെന്ന റിപ്പോർട്ടാണ് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിയിൽ വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ പ്രകടമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മാറ്റം വേണമെന്ന ജനവികാരം മനസ്സിലാക്കാനായില്ല. സംസ്ഥാന സർക്കാരിനെതിരായ UDF പ്രചാരണം ചെറുക്കാനായില്ല. സംസ്ഥാനത്തെ സംഘടനാ ദൗർബല്യം പരിഗണിക്കാൻ വിശാല കൂടിയാലോചന വേണം. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയും CPM വിട്ടവരുടെ വിജയവും ലാഘവത്തോടെ കാണാനാകില്ല. സംസ്ഥാനത്ത് താഴെത്തട്ട് മുതൽ പാർട്ടി അണികളുടെ അഭിപ്രായം ശേഖരിക്കാൻ നടപടി തുടങ്ങിയെന്ന് സംസ്ഥാന ഘടകം അറിയിച്ചു. പിണറായിയുടെ Z+ സുരക്ഷ പിൻവലിച്ചു. ഇനി Y കാറ്റഗറി. എസ്കോട്ടുമില്ല. വിവാദ ഗൺമാനും മടക്കം. നവകേരള യാത്രക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപ് പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്നും ഒഴിവായി. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായും പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. അതേസമയം മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും.